എല്ലാവർക്കും നമസ്കാരം. ലയണൽ മെസ്സിയും അർജന്റീന ഫുട്ബോൾ ടീമും കേരളത്തിലേക്ക് എത്തില്ല എന്ന വാർത്ത പുറത്തു വന്നതു മുതൽ നമ്മുടെ വാർത്താ മാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയയിലും വലിയ ചർച്ചകളും ആരോപണങ്ങളും ഒക്കെ ഇങ്ങനെ തകൃതിയായിട്ട് നടക്കുകയാണ്. എന്നാൽ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇതിൻ്റെ രാഷ്ട്രീയ വശങ്ങളെക്കുറിച്ച് ഒന്നും ചർച്ച ചെയ്യുന്നില്ല. അതൊരു വശത്തേക്ക് ഇങ്ങനെ മാറ്റി വെച്ചിട്ട് ഒരു ഫുട്ബോൾ പ്രേമി എന്ന നിലയിൽ നമ്മൾ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള പ്രാക്ടിക്കൽ ആസ്പെക്ട്സിനെ പറ്റിയാണ് ഈ വീഡിയോയിൽ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ലയണൽ മെസ്സിയെയും അർജന്റീനയെ പോലൊരു ചാമ്പ്യൻ ടീമിനെയും നമ്മുടെ കേരളം പോലൊരു സംസ്ഥാനത്തിലേക്ക് എത്തിക്കുക എന്നത് കേവലം വാഗ്ദാനങ്ങൾ കൊണ്ടോ പണങ്ങൾ നൽകിയത് കൊണ്ടോ മാത്രം സാധിക്കുന്ന ഒരു വസ്തുതയല്ല. അതിന് പിന്നിൽ സങ്കീർണമായിട്ടുള്ള നിയമപ്രക്രിയകളും ലോജിസ്റ്റിക്സ് തയ്യാറെടുപ്പുകളും നിർബന്ധമായും വേണ്ടതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ അതിൻ്റെ കംപ്ലീറ്റ് വിവരങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അതുകൊണ്ട് തന്നെ വീഡിയോ കുറച്ച് ലെങ്ത് ആവാൻ സാധ്യതയുണ്ട്. ക്ഷമയോടെ മുഴുവനായിട്ട് കേൾക്കുക. വെൽക്കം ടു മൈ സയൻസ് ഗാരേജ്. അപ്പോൾ ഈ ഹിമാലയൻ ടാസ്കിൻ്റെ ഏറ്റവും ആദ്യത്തെ കടമ്പ ഫിനാൻഷ്യൽ ആൻഡ് കോൺട്രാക്ച്വൽ എഗ്രിമെൻറ്റ്സ് എന്ന് പറയുന്നതാണ്. ലളിതമായി പറഞ്ഞാൽ കളിക്കളത്തിലെ തന്ത്രങ്ങളെക്കാൾ സങ്കീർണതയുള്ളതാണ് കളിക്കളത്തിന് പുറത്തെ സാമ്പത്തിക ഇടപാടുകൾ. നമ്മൾ നേരെ ചെന്നിട്ട് അർജന്റീൻ ടീമിനെ സമീപിച്ചിട്ട് ഒരു ബുക്കിംഗ് ഒന്നും പോസിബിലിറ്റി ഉള്ള കാര്യമല്ല. അന്താരാഷ്ട്ര മത്സരങ്ങൾ സംഘടിപ്പിക്കാൻ ഫിഫയുടെ പ്രത്യേക രീതിയിലുള്ള ലൈസൻസ് ഒക്കെയുള്ള ഫിഫ ലൈസൻസ്ഡ് മാച്ച് ഏജൻസ് വഴിയോ അല്ലെങ്കിൽ AFAയുടെ തന്നെ ഔദ്യോഗിക പ്രതിനിധികൾ വഴിയോ മാത്രമേ ഇത്തരം ചർച്ചകൾ നടത്താൻ സാധിക്കുകയുള്ളൂ. മത്സരത്തിൻ്റെ തീയതി, എതിരാളികൾ ആരാണ്, വേദി എവിടെയാണ് എന്നതിനെക്കുറിച്ചെല്ലാം കൃത്യമായിട്ട് രീതിയിലുള്ള ലെറ്റർ ഓഫ് ഇൻറ്റൻറ്റ് നമ്മൾ ആദ്യം ഇതിന് വേണ്ടിയിട്ട് നൽകണം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് അപ്പിയറൻസ് ഫീ ആണ്. അർജന്റീനയെ പോലൊരു ലോക ചാമ്പ്യൻ ടീം സൗഹൃദ മത്സരത്തിന് കളിക്കാൻ ഇറങ്ങുമ്പോൾ മില്യൺ കണക്കിന് ഡോളറുകളാണ് അവരുടെ ഫീസായിട്ട് നമുക്ക് നൽകേണ്ടതായിട്ട് വരുന്നത്. കേരളത്തിലെ ആരാധകർ വരുന്നത് ഈ ഒരു അർജന്റീനൻ ടീമിനെ കാണുക എന്നതിലുപരി മെസ്സി എന്ന് പറയുന്നൊരു വ്യക്തിയെ കാണുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കരാറിൽ വ്യക്തമായിട്ട് മെസ്സി കളിക്കുമോ, കുറഞ്ഞത് എത്ര മിനിറ്റിൽ അദ്ദേഹം ഗ്രൗണ്ടിൽ ഉണ്ടാവും, ഒരുപക്ഷെ മത്സരത്തിന് തൊട്ടു മുമ്പ് പരിക്കേൽക്കുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും സാഹചര്യത്തിൽ കളിക്കാതിരിക്കാൻ തയ്യാറായ കരാറിലെ തുകയിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുമെന്ന കാര്യങ്ങൾ. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം നിയമപരമായി തന്നെ നമ്മൾ ഈ കരാറിൽ ഉൾപ്പെടുത്തേണ്ടതായിട്ട് വരും. ഇതിലെ മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് പണത്തിൻ്റെ സുരക്ഷിതത്വവുമായി ബന്ധപ്പെട്ടതാണ്. ഞങ്ങളുടെ പക്കൽ ഒത്തിരിയും പണമുണ്ട്, മത്സരം കഴിയുമ്പോൾ അതങ്ങ് തന്നേക്കാം എന്നൊരു എക്സ്ക്യൂസ് ഒന്നും ഇതിനകത്ത് പറയാൻ പറ്റില്ല. ഇതിനായി സംഘാടകർ അന്താരാഷ്ട്ര പ്രാബല്യമുള്ള ബാങ്കുകൾ വഴി ബാങ്ക് ഗ്യാരണ്ടി നൽകേണ്ടതായിട്ട് വരും. ഒരു എസ്ക്രോ അക്കൗണ്ട് ഇവിടെ തുറക്കണം. അപ്പോൾ എസ്ക്രോ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ കരാർ തുകയിലെ വലിയൊരു ശതമാനം തുക ഈ നിഷ്പക്ഷ ബാങ്ക് അക്കൗണ്ടിലേക്ക് മുൻകൂറായി നിക്ഷേപിക്കപ്പെട്ടു പോകും. മത്സരം കൃത്യമായി നടന്നു കഴിയുമ്പോൾ ഈ ഒരു തുക AFAയ്ക്ക് കൈമാറപ്പെടും. ഇത് ഇരുവിഭാഗത്തിൻ്റെയും സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു സിമ്പിൾ സ്റ്റെപ്പായിട്ട് മനസ്സിലാക്കിയാൽ മതി. നാലാമത്തെ കാര്യമൊക്കെ കേൾക്കുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്ക് ചെറിയൊരു അത്ഭുതമൊക്കെ തോന്നും. പ്ലെയർ ഇൻഷുറൻസ് എന്ന് പറയുന്നൊരു സംഗതി. ലയണൽ മെസ്സിയെ പോലെ ഒരു താരത്തിൻ്റെ കാലുകൾക്ക് 100 കണക്കിന് കോടി രൂപയുടെ ഇൻഷുറൻസ് പരിരക്ഷയുണ്ട് എന്ന് എല്ലാവർക്കും അറിയാം. മത്സരത്തിനിടയിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പരിക്ക് സംഭവിക്കുകയാണെങ്കിൽ അതിനുള്ള ഭീമമായിട്ടുള്ള നഷ്ടപരിഹാരം ഉറപ്പാക്കുന്ന അന്താരാഷ്ട്ര സ്പോർട്സ് ഇൻഷുറൻസ് കവറേജ് ഇതിൻ്റെ സംഘാടകർ തീർച്ചയായിട്ടും എടുത്തിരിക്കണം. ഇതില്ല എന്നുണ്ടെങ്കിൽ AFA തങ്ങളുടെ പ്രധാന താരങ്ങളെ ഒന്നും ഗ്രൗണ്ടിൽ ഇറക്കില്ല എന്നവർ നിർബന്ധമായി പറയുന്ന കാര്യമാണ്. ഇനി അഞ്ചാമത്തെയും ഏറ്റവും അവസാനത്തെ കാര്യം എന്ന് പറയുന്നത് ഇമേജ് റൈറ്റ്സുമായി ബന്ധപ്പെട്ടതാണ്. ടീമിന് അഡിഡാസും അതിനെപ്പോലെയുള്ള എതിരാളികളായിട്ടുള്ള മറ്റു ബ്രാൻഡുകളും സ്പോൺസർമാരായിട്ടുണ്ട്. കേരളത്തിലേക്ക് ഈ ഒരു ടീമിനെ കൊണ്ടുവരുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന പ്രാദേശിക സ്പോൺസർമാരുടെ ബ്രാൻഡിങ് ഈ AFAയുടെ ആഗോള സ്പോൺസറുമായിട്ടൊരു കോൺഫ്ലിക്റ്റ് ഒന്നും ഉണ്ടാവാൻ പാടില്ല. മെസ്സിയുടെയോ അല്ലെങ്കിൽ അർജന്റീനൻ ടീമിൻ്റെ ലോഗോയൊക്കെ പരസ്യങ്ങൾക്ക് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ AFAയുടെ കമേഴ്ഷ്യൽ വിങ്ങിൻ്റെ പ്രത്യേക രീതിയിലുള്ള അനുമതി നമ്മൾ അവരിൽ നിന്ന് പണം കൊടുത്ത് തന്നെ വാങ്ങിക്കേണ്ടതുണ്ട് എന്നതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പോൾ ഈ 5 കാര്യങ്ങളിൽ ഇരു കൂട്ടരും തമ്മിൽ ഒരു ധാരണ ഉണ്ടായാൽ മാത്രമേ അടുത്ത ഘട്ടമായിട്ടുള്ള അന്താരാഷ്ട്ര ദേശീയ കായിക സംഘടനകളുടെ അനുമതി എന്ന് പറയുന്ന അടുത്ത വലിയ കടമ്പയിലേക്ക് പോകാൻ സാധിക്കൂ. ഇന്ന് ലോക ഫുട്ബോളിൽ പന്തുരുളണമെങ്കിൽ ഫിഫയുടെ കൃത്യമായിട്ടുള്ള നിയമങ്ങൾ നമ്മൾ പാലിക്കണം. അപ്പോൾ ഇതിനായി പ്രധാനമായും 4 വൻകിട ഫുട്ബോൾ സംഘടനകളുടെ ഗ്രീൻ ഫ്ലാഗ് ഈ കാര്യത്തിൽ നമുക്ക് ആവശ്യമായിട്ട് വരും. അതിലേറ്റവും ആദ്യത്തേതും ഏറ്റവും പ്രധാനപ്പെട്ടതും ഈ പറഞ്ഞ ഫിഫയുടെ അനുമതി തന്നെയാണ്. ഇവിടെയാണ് നമ്മൾ ഫിഫ ഇന്റർനാഷണൽ മാച്ച് വിൻഡോ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് തന്നെ ഉണ്ടായി വരുന്ന കാണാം. ലയണൽ മെസ്സി നിലവിൽ ഇന്റർ മയാമിക്ക് വേണ്ടിയും അർജന്റീനയിലുള്ള മറ്റ് കളിക്കാർ റയൽ മാഡ്രിഡ് അല്ലെങ്കിൽ മാഞ്ചസ്റ്റർ സിറ്റി പോലെയുള്ള യൂറോപ്യൻ ക്ലബ്ബുകൾക്കൊക്കെ വേണ്ടിയിട്ടാണ് ബൂട്ട് കിട്ടുന്നതെന്ന് നമുക്കറിയാം.
ഫിഫ നിശ്ചയിച്ചിട്ടുള്ള ഒരു ഔദ്യോഗിക വിൻഡോസിൽ മാത്രമേ ഈ ക്ലബ്ബുകൾക്ക് തങ്ങളുടെ കളിക്കാരെ ദേശീയ ടീമിലേക്ക് വിട്ടു നൽകാൻ നിയമപരമായിട്ടൊരു ബാധ്യതയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ കേരളത്തിൽ നടക്കുന്ന ഈ ഒരു സൗഹൃദ മത്സരം ഫിഫയുടെ അന്താരാഷ്ട്ര കലണ്ടറുമായി ഒത്തുപോകുന്നതാണ് എന്ന് ഫിഫ തന്നെ ഇവിടെ സാക്ഷ്യപ്പെടുത്തി തരണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ കളിക്കാർക്ക് അവരുടെ ക്ലബ്ബുകളിൽ നിന്നൊരു റിലീസ് കിട്ടാൻ സാധ്യതയുള്ളൂ. ഇതിൽ രണ്ടാമത്തെ കാര്യം AFCയുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. അർജന്റീന വരുന്നത് തെക്കേ അമേരിക്കൻ ഫുട്ബോൾ കോൺഫെഡറേഷനിൽ നിന്നാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അവർ കളിക്കാൻ വരുന്നതാകട്ടെ ഏഷ്യൻ ഫുട്ബോൾ കോൺഫെഡറേഷൻ്റെ പരിധിയിൽ വരുന്ന ഇന്ത്യ എന്ന നമ്മുടെ രാജ്യത്തേക്ക്. അപ്പോൾ രണ്ട് വ്യത്യസ്ത ഭൂഖണ്ഡങ്ങളിൽ ഫുട്ബോൾ സംഘടനകൾ തമ്മിൽ ഈ രീതിയിലുള്ളൊരു മത്സരങ്ങളൊക്കെ നടക്കുമ്പോൾ AFCയെ മുൻകൂട്ടി അറിയിക്കുകയും ഔദ്യോഗികമായി തന്നെ അവരുടെ സമ്മതം വാങ്ങിച്ചെടുക്കുകയും ചെയ്യുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇനി മൂന്നാമത്തെ കാര്യം, ഇന്ത്യയിലെ ഫുട്ബോളിൻ്റെ പരമാധികാര സഭയായിട്ടുള്ള AIFF നൽകുന്ന ഒരു NOCയുമായി ബന്ധപ്പെട്ടതാണ്. ഇന്ത്യൻ മണ്ണിൽ നടക്കുന്ന ഏതൊരു അന്താരാഷ്ട്ര മത്സരത്തിനും AIFFൻ്റെ അനുമതി അത്യന്താപേക്ഷിതമാണ്. അപ്പോൾ അതുമാത്രമല്ല, മത്സരത്തിൽ കളി നിയന്ത്രിക്കേണ്ടത് ഇവിടുന്ന് സംഘടിപ്പിക്കുന്ന ഒരു പ്രാദേശിക റഫറി ഒന്നും ആയിരിക്കരുത്. ഫിഫ ബാഡ്ജുള്ള അന്താരാഷ്ട്ര റഫറിമാരെയും മാച്ച് കമ്മീഷണർമാരെയും നിയമിക്കേണ്ടത് ഈ AIFFും ഫിഫയും ചേർന്നിട്ടാണ്. അപ്പോൾ ഇവരുടെ പ്രതിഫലവും കാര്യങ്ങളും ഒക്കെ ഈ സംഘാടകർ തന്നെ വഹിക്കേണ്ടതായിട്ട് വരികയും ചെയ്യും. ഇതിലെ നാലാമത്തെ ഫാക്ടർ എന്ന് പറയുന്നത് കേരള ഫുട്ബോൾ അസോസിയേഷനുമായി ബന്ധപ്പെട്ട കാര്യമാണ്. സംസ്ഥാന തലത്തിലൊക്കെ മത്സരങ്ങൾ സംഘടിപ്പിക്കുമ്പോൾ ഈ ഗ്രൗണ്ടിലെ സാങ്കേതിക സഹായങ്ങൾ, ബോൾ ബോയ്സിനെ കൊണ്ടുവരുന്നത്, പ്രാദേശിക ട്രെയിനിങ് ഗ്രൗണ്ടുകളുടെ സൗകര്യങ്ങൾ ഒരുക്കുന്നത്, പ്രാദേശിക വോളണ്ടിയർമാരെ എത്തിക്കുന്നത്, അപ്പോൾ ഇങ്ങനെയുള്ള സൗകര്യങ്ങളെല്ലാം ഏകോപിപ്പിക്കുന്നത് KFA ആണ്. സംസ്ഥാന അസോസിയേഷൻ്റെ ഇത്തരത്തിലുള്ള പൂർണ്ണമായ പിന്തുണയില്ലാതെ ഒരു രീതിയിലുള്ള മാച്ചുകളും നടത്തുക അസാധ്യമായിട്ടുള്ള കാര്യമാണ് എന്ന് മനസ്സിലാക്കണം. അപ്പോൾ ഈ ഫിഫ മുതൽ KFA വരെയുള്ള കായിക സംഘടനകളുടെ അനുമതി പത്രങ്ങളൊക്കെ നമുക്ക് കൃത്യമായി ലഭിച്ചെങ്കിൽ മാത്രമേ ഈ സൗഹൃദ മത്സരത്തിന് അന്താരാഷ്ട്ര മത്സരത്തിൻ്റെ ഒരു പദ്ധതി അവിടെ ലഭിക്കുകയുള്ളൂ. ഇനി ഇതിനേക്കാൾ വലിയ അടുത്ത ഒരു കടമ്പ എന്ന് പറയുന്ന കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സെക്യൂരിറ്റി, വിസ, പൊളിറ്റിക്കൽ ക്ലിയറൻസ് പോലെയുള്ള വലിയ മറ്റു കടമ്പകളാണ്. കേന്ദ്ര സർക്കാരിൻ്റെയും അതേപോലെ ഡൽഹിയിലെ അവരുടെ വിവിധ മന്ത്രാലയങ്ങളുടെയും അനുമതിയില്ലാതെ ഒരു ടീമിനും നമ്മുടെ രാജ്യത്തേക്കൊന്ന് കാലെടുത്ത് കുത്താൻ പോലും സാധിക്കില്ല. കേന്ദ്ര സർക്കാരിൻ്റെ പങ്കാളിത്തം എന്തുകൊണ്ടാണ് ഈ കാര്യത്തിൽ ഇത്രയധികം പ്രാധാന്യം ഉണ്ടാകുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ പ്രധാനമായും അവരുടെ തന്നെ 5 ഏജൻസികളുടെയും മന്ത്രാലയങ്ങളുടെയും അനുമതി പത്രങ്ങൾ ഈ ഒരു കാര്യത്തിൽ എന്തുകൊണ്ട് ഇത്ര പ്രാധാന്യത്തോടെ വരുന്നു എന്ന കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ടതുണ്ട്. അതിൽ ഏറ്റവും ആദ്യത്തേത് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ ഒരു അനുമതിയാണ്. നമ്മളതിനെ പൊളിറ്റിക്കൽ ക്ലിയറൻസ് ഒക്കെ എന്നാണ് പേരിട്ട് വിളിക്കുന്നത്. മറ്റൊരു രാജ്യത്തിൻ്റെ ഔദ്യോഗിക പ്രതിനിധികളോ അല്ലെങ്കിൽ ദേശീയ ടീമോ ഇന്ത്യയിലേക്ക് വരുമ്പോൾ നിലവിലെ നയതന്ത്ര ബന്ധങ്ങൾ മുൻനിർത്തി വിദേശകാര്യ മന്ത്രാലയം ഇതിനെ പരിശോധിക്കാൻ ശ്രമിക്കും. ഈ കായിക മത്സരങ്ങൾ ഈ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള സൗഹൃദം വർദ്ധിപ്പിക്കുന്നതിനാണോ എന്നും അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യയുടെ പ്രതിച്ഛായയെ ഇത് ഏത് രീതിയിൽ ബാധിക്കും എന്നൊക്കെ ശക്തമായി വിലയിരുത്തിയതിന് ശേഷം മാത്രമേ ഈ ഒരു അനുമതി അവിടെ കിട്ടുകയുള്ളൂ. രണ്ടാമത്തതും ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ സെക്യൂരിറ്റി ക്ലിയറൻസുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. ലയണൽ മെസ്സി വരുമ്പോൾ ഉണ്ടാകാൻ സാധ്യതയുള്ള വൻ ജനക്കൂട്ടവും VIP സുരക്ഷയും മുൻനിർത്തി ഇൻ്റലിജൻസ് ഏജൻസികളുടെ റിപ്പോർട്ട് ആഭ്യന്തര മന്ത്രാലയം സാധാരണ തേടാറുണ്ട്. ടീമിനോടൊപ്പം എത്തുന്ന ഓരോ വിദേശ പൗരൻ്റെയും മുൻകാല വിവരങ്ങൾ ആഭ്യന്തര മന്ത്രാലയം കീനായിട്ട് പരിശോധിക്കും. രാജ്യത്തിൻ്റെ ആഭ്യന്തര സുരക്ഷയ്ക്ക് യാതൊരു തരത്തിലുള്ള ഭീഷണിയും ഇല്ല എന്ന് ഉറപ്പുവരുത്തിയാൽ മാത്രമേ മത്സരത്തിന് അനുമതി ലഭിക്കുകയുമുള്ളൂ. ഇല്ല, മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് കേന്ദ്ര കായിക മന്ത്രാലയത്തിൻ്റെ നേരിട്ടുള്ള ഒരു അനുമതിയുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ഇന്ത്യൻ മണ്ണിൽ നടക്കുന്ന ഏത് അന്താരാഷ്ട്ര കായിക മത്സരത്തിനും കായിക മന്ത്രാലയത്തിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള അനുമതി നിർബന്ധമായും വേണം. കായിക മേഖലയുടെ വളർച്ചയ്ക്ക് ഇത്തരം മത്സരങ്ങൾ ഉപകരിക്കാൻ സാധ്യതയുണ്ടോ എന്നും സംഘാടകർ അന്താരാഷ്ട്ര കായിക ചട്ടങ്ങൾ പാലിക്കുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളെല്ലാം ഉറപ്പുവരുത്തുന്നത് കായിക മന്ത്രാലയമാണെന്ന് മനസ്സിലാക്കണം. നാലാമത്തെ ഘടകം വിസ നടപടികളുമായി ബന്ധപ്പെട്ടതാണ്. മെസ്സിയും ടീമും ഇന്ത്യയിലേക്ക് വരുന്നത് ഒരു സാധാ ടൂറിസ്റ്റ് വിസയിലൊന്നും ആയിരിക്കില്ല. ഇതിനായി സ്പോർട്സ് വിസ തന്നെ നമ്മൾ അനുവദിക്കണം. കളിക്കാർ, കോച്ചിങ് സ്റ്റാഫുകൾ, AFA ഉദ്യോഗസ്ഥർ, സുരക്ഷാ ഉദ്യോഗസ്ഥർ, വിദേശ മാധ്യമ പ്രവർത്തകർ, അങ്ങനെ ഒരു വലിയ സംഘത്തിന് അടിയന്തര പ്രാധാന്യത്തോടു കൂടി സ്പോർട്സ് വിസ ലഭ്യമാക്കാൻ വിദേശകാര്യ മന്ത്രാലയവും ഇന്ത്യൻ എംബസികളും പ്രത്യേക രീതിയിലുള്ള ഒരു കോർഡിനേഷൻ അവിടെ തീർച്ചയായും നടത്തേണ്ടതുണ്ട്. ഇനി ഏറ്റവും അവസാനത്തെ കടമ്പ എന്ന് പറയുന്നത് സാമ്പത്തിക രംഗങ്ങളിലെ നിയമകാര്യങ്ങളാണ്. ധനകാര്യ മന്ത്രാലയത്തിൻ്റെ അനുമതിയും റിസർവ് ബാങ്കിൻ്റെ അനുമതിയും ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് എടുത്തു പറയണം. അർജന്റീന ടീമിന് അപ്പിയറൻസ് ഫീയായി നൽകുന്നത് കോടിക്കണക്കിന് രൂപയുടെ ഫോറിൻ കറൻസി ആണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു.
നമ്മുടെ ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെന്റ് ആക്ടിലെ പലതരത്തിലുള്ള ചട്ടങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് മാത്രമേ ഇന്ത്യയിൽ നിന്ന് ഇത്രയും ഭീമമായിട്ടുള്ള ഒരു തുക വിദേശത്തേക്ക് അയക്കുവാൻ നമുക്ക് അനുമതിയുള്ളൂ. ഇതൊന്നും കൂടാതെ വിദേശ കായിക താരങ്ങൾക്ക് ഇന്ത്യയിൽ നിന്ന് ലഭിക്കുന്ന വരുമാനത്തിന് നികുതി ചുമത്തുന്ന TDS നിയമങ്ങളും അന്താരാഷ്ട്ര നികുതി കരാറുകളും കൃത്യമായി പാലിച്ചിട്ടുണ്ട് എന്ന് ആദായ നികുതി വകുപ്പും ധനകാര്യ മന്ത്രാലയവും ഉറപ്പുവരുത്തുന്ന ഒരു സിറ്റുവേഷൻ അവിടെയുണ്ട്. അടുത്തത്, ഫിഫ ആവശ്യപ്പെടുന്ന അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ഇൻഫ്രാസ്ട്രക്ചർ സൗകര്യങ്ങൾ ലഭ്യമാക്കുന്നത് ഇതിനെക്കാട്ടും പ്രശ്നം പിടിച്ച മറ്റൊരു സ്റ്റെപ്പാണ്. ലയണൽ മെസ്സിയെയും അർജന്റീനയും പോലെയുള്ള വൻകിട ടീമുകളൊക്കെ വരുമ്പോൾ ഫിഫയുടെ ഇൻസ്പെക്ഷൻ ടീം മുൻകൂട്ടി സ്റ്റേഡിയത്തിലെത്തി പരിശോധനകളൊക്കെ നടത്താറുണ്ട്. അവിടെ വളരെ ചെറിയ രീതിയിലുള്ളൊരു പിഴവാണെങ്കിൽ പോലും അത് കണ്ടു കഴിഞ്ഞാൽ അവർ ഈ മാച്ച് റദ്ദാക്കുമെന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ബിറ്റർ സൈഡായിട്ടുള്ളത്. ഫിഫ ആവശ്യപ്പെടുന്ന 5 പ്രധാന ഇൻഫ്രാസ്ട്രക്ചർ മാനദണ്ഡങ്ങൾ നമ്മൾ തീർച്ചയായിട്ടും പാലിച്ചേ പറ്റൂ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും ഒന്നാമത്തേതുമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് സ്റ്റേഡിയത്തിലെ പിച്ചുമായിട്ട് ബന്ധപ്പെട്ടതാണ്. മെസ്സിയെ പോലൊരു കളിക്കാരൻ്റെ കാലുകൾക്ക് കോടികളുടെ മൂല്യമുണ്ടെന്ന് പറഞ്ഞല്ലോ. അതിനാൽ ആർട്ടിഫിഷ്യൽ ടർഫോ അല്ലെങ്കിൽ പരിക്കേൽക്കാൻ സാധ്യതയുള്ള ഇറഗുലർ ടർഫുകളോ ഒന്നും ഫിഫ സാധാരണ അനുവദിക്കില്ല. അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ഗ്രാസ് ടർഫുകൾ, നാച്ചുറൽ ഗ്രാസ് ടർഫുകളും പന്തിന്റെ ബൗൺസും റോളിങ്ങും സ്പീഡും ഒക്കെ ഫിഫ സ്റ്റാൻഡേർഡിലുള്ളതായിരിക്കണം. മാത്രമല്ല, വലിയ മഴയൊക്കെ പെയ്താൽ മിനിറ്റുകൾക്കുള്ളിൽ തന്നെ വെള്ളം പൂർണ്ണമായും വറ്റിച്ച് കളയാൻ ശേഷിയുള്ള അഡ്വാൻസ്ഡ് ഡ്രെയിനേജ് സിസ്റ്റം പിച്ചിന് താഴെ ഉണ്ടായിരിക്കേണ്ടത് നിർബന്ധമുള്ള കാര്യമാണ്. രണ്ടാമത്തെ കാര്യം ലൈറ്റിങ്ങും ലൈവ് ടെലികാസ്റ്റിങ്ങുമായി ബന്ധപ്പെട്ട സൗകര്യങ്ങളെ പറ്റിയുള്ളതാണ്. അപ്പോൾ ഈ മത്സരം ലോകമെമ്പാടുമുള്ള ആളുകൾ തത്സമയം കാണും. 4K HD നിലവാരത്തിൽ ഷാഡോസ് ഒന്നുമില്ലാതെ കളി ചിത്രീകരിക്കാൻ കുറഞ്ഞത് 2500 ലക്സ് ലെവൽ വെളിച്ചമുള്ള ഫ്ലഡ് ലൈറ്റിംഗ് സിസ്റ്റം സ്റ്റേഡിയത്തിൽ തീർച്ചയായിട്ടും ഉണ്ടായിരിക്കണം. ഇതിനായി തടസ്സമില്ലാത്ത കൂറ്റൻ പവർ ബാക്കപ്പും അത്യാവശ്യമാണ്. കൂടാതെ ബ്രോഡ്കാസ്റ്റിംഗ് ക്യാമറകളൊക്കെ വെക്കാനുള്ള പ്രത്യേക ഗാൻഡറുകൾ, കേബിളിംഗ് സൗകര്യങ്ങൾ, സാറ്റലൈറ്റ് OB വാനുകൾക്കുള്ള വളരെ വിശാലമായിട്ടുള്ള പാർക്കിംഗ് ഏരിയ ഒക്കെ നമ്മൾ ഇതിൻ്റെ ഭാഗമായി സജ്ജമാക്കേണ്ടി വരും. മൂന്നാമത്തെ കാര്യം കളിക്കാർക്കും VIP ഗസ്റ്റിനുമുള്ള സ്റ്റേഡിയത്തിനുള്ളിലെ വലിയ സൗകര്യങ്ങളെ പറ്റിയുള്ളതാണ്. അർജന്റീന ടീമിനും എതിരെ കളിക്കുന്ന ടീമിനും വിശാലമായിട്ടുള്ള എയർ കണ്ടീഷൻ ചെയ്ത ഡ്രസ്സിംഗ് റൂമുകളും മത്സരം കഴിഞ്ഞ ഉടൻ തന്നെ ഉപയോഗിക്കാൻ പാകത്തിലുള്ള ഐസ് ബാത്ത്, പ്രൊഫഷണൽ ഫിസിയോതെറാപ്പി ടേബിളുകൾ, ഈ കാര്യങ്ങളെല്ലാം നിർബന്ധമായിട്ടും വേണം. ഫിഫ നിർദ്ദേശിക്കുന്ന ഡോപ്പിംഗ് കൺട്രോൾ റൂമും റഫറിമാർക്ക് വേണ്ടിയിട്ടുള്ള പ്രത്യേക മുറികളും മീഡിയ കോൺഫറൻസ് ഹാളുകളും ഒക്കെ ഈ സ്റ്റേഡിയത്തിനുള്ളിൽ തന്നെ നിർബന്ധമായും ഫുള്ളി ഫ്ലഡ്ഡ് ആയിട്ട് അവിടെ ഉണ്ടായിരിക്കണം. ഇനി നാലാമത്തെ കാര്യം ഏറ്റവും നിർണായകമായിട്ടുള്ളൊരു സംഗതിയാണ് ആരോഗ്യ സുരക്ഷാ സംവിധാനങ്ങളെ പറ്റിയുള്ളത്. മത്സരത്തിനിടയിൽ ഏതെങ്കിലും ഒരു കളിക്കാരന് ഗുരുതരമായി പരിക്ക് പറ്റിയാലോ അല്ലെങ്കിൽ ഹൃദയാഘാതം പോലെയുള്ള മെഡിക്കൽ എമർജൻസി സിറ്റുവേഷൻ ഉണ്ടായാലോ അതിനെ നേരിടാൻ സ്റ്റേഡിയത്തിനുള്ളിൽ തന്നെ എല്ലാ സജ്ജീകരണങ്ങളുമുള്ള ഒരു മൈക്രോ ICU സംവിധാനം ഉണ്ടായിരിക്കണമെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഇതൊന്നും കൂടാതെ സ്റ്റേഡിയത്തിന് പുറത്ത് അടിയന്തര ഘട്ടത്തിൽ ഈ പ്ലെയറിനെയൊക്കെ മാറ്റാൻ സാധിക്കുന്ന രീതിയിലുള്ള വെന്റിലേറ്റർ സജ്ജമാക്കിയ സൂപ്പർ സ്പെഷ്യാലിറ്റി ആംബുലൻസുകളും അതേപോലെ തൊട്ടടുത്തുള്ള മികച്ച ആശുപത്രികളിൽ റിസർവ് ചെയ്ത ബെഡുകളും തീർച്ചയായിട്ടും ഉണ്ടായിരിക്കണമെന്ന് നിയമത്തിൽ പറയുന്നുണ്ട്. അഞ്ചാമത്തെ ഘടകം സ്റ്റേഡിയത്തിലെ കെട്ടിടത്തിന്റെ സുരക്ഷയും ആരാധകരുടെ നിയന്ത്രണവും സംഭവിച്ച ചില സംഗതികളാണ്. ആയിരക്കണക്കിന് കാണികൾ ഒരുമിച്ചെത്തുമ്പോൾ ഈ സ്റ്റേഡിയത്തിന്റെ ഗാലറികൾ സുരക്ഷിതമാണ് എന്ന് ഉറപ്പുവരുത്താൻ PWD ഒക്കെ നൽകുന്ന സ്ട്രക്ചറൽ സ്റ്റെബിലിറ്റി സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്ന ഒരു സർട്ടിഫിക്കറ്റ് അത്യാവശ്യമാണ്. ഇതൊന്നും കൂടാതെ ആരാധകരെ ആവേശത്തിലാവുന്ന സമയത്ത് പിച്ചിലേക്ക് ഓടി ഇറങ്ങാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് ഗ്രൗണ്ടിന് ചുറ്റും കൃത്യമായ അകലത്തിൽ ഫിഫയുടെ മാനദണ്ഡ പ്രകാരമുള്ള സുരക്ഷാ വേലികളും അടിയന്തര ഘട്ടത്തിൽ ജനങ്ങൾക്ക് പുറത്തേക്ക് കടക്കാനുള്ള എമർജൻസി എക്സിറ്റുകളും തീർച്ചയായിട്ടും നിർമ്മിച്ചു വെച്ചിരിക്കണം. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ സ്റ്റേഡിയത്തിൻ്റെ ഓരോ ഇഞ്ച് ഭാഗങ്ങളും ഫിഫയുടെ മാനദണ്ഡങ്ങൾക്കനുസരിച്ച് മാറ്റിയെടുക്കുക എന്ന് പറയുന്നത് മാസങ്ങളുടെ അധ്വാനമുള്ള ഒരു സംഗതിയാണ് എന്ന് ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഇനിയാണ് ഇതിനകത്ത് ഏറ്റവും നിർണായകമായിട്ടുള്ള മറ്റൊരു കടമ്പ വരുന്നത്. ലയണൽ മെസ്സിക്കുള്ള Z+ ലെവൽ സെക്യൂരിറ്റിയും ലോജിസ്റ്റിക്സ് പ്ലാനിങ്ങുകളും. നമ്മളൊരു വീട് അല്ലെങ്കിൽ ഒരു കാർ ഇൻഷുർ ചെയ്യുന്നത് പോലെ അല്ല ഒരു കായിക താരത്തെ നമ്മൾ ഇൻഷുർ ചെയ്യുന്നത്. മെസ്സിയുടെ ഓരോ ചുവടിലും കോടികളുടെ റിസ്ക് ആണുള്ളത്. ലയണൽ മെസ്സിയുടെ കാലുകൾക്ക് മാത്രം അന്താരാഷ്ട്ര തലത്തിൽ നൽകിയിട്ടുള്ള ഒരു ഇൻഷുറൻസ് കവറേജ് മാത്രം എടുത്തു നോക്കിയാൽ ഏകദേശം $900 മില്യൺ മുകളിൽ വരും. അതായത് അത് ഇന്ത്യൻ രൂപയിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 7500 കോടിയിലധികം രൂപയാണ് വരുന്നത്. മെസ്സിക്ക് പുറമെ ഈ എമിലിയാനോ മാർട്ടിനസ്, മക്കാലിസ്റ്റർ, റോഡ്രിഗോ ഡി പോളോ തുടങ്ങിയ സൂപ്പർ താരങ്ങൾക്കുള്ള ഇൻഷുറൻസ് തുക കൂടി നമ്മളൊന്ന് കാൽക്കുലേറ്റ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ ടീമിൻ്റെ ആകെ ഇൻഷുറൻസ് മൂല്യം നമ്മുടെ ചിന്തകൾക്കും മുകളിൽ പോകും. ഇതിൽ രണ്ടാമത്തെ കാര്യം എന്തുകൊണ്ടാണ് ഈ ഇൻഷുറൻസ് ഇത്ര നിർബന്ധമായി വരുന്നു എന്നുള്ളൊരു കാര്യമാണ്. മെസ്സി നിലവിൽ കളിക്കുന്നത് ഈ അമേരിക്കൻ ക്ലബ്ബായിട്ടുള്ള ഇന്റർ മയാമിക്ക് വേണ്ടിയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ.
ടീമിലെ മറ്റ് കളിക്കാർ യൂറോപ്പിലെ വൻകിട ക്ലബ്ബുകൾക്ക് വേണ്ടിയിട്ടും കളിക്കുന്നുണ്ട്. അപ്പോൾ ഈ ക്ലബ്ബുകൾ വർഷത്തിൽ കോടിക്കണക്കിന് രൂപ ഇവരുടെ ശമ്പള ആവശ്യങ്ങൾക്കായിട്ട് ചെലവഴിക്കുന്നുമുണ്ട്. പക്ഷേ കേരളത്തിലെ ഒരു സൗഹൃദ മത്സരത്തിനിടയിൽ മെസ്സിക്ക് ഗുരുതരമായി പരിക്കേറ്റാൽ, അദ്ദേഹത്തിൻ്റെ കരിയർ തന്നെ അവസാനിക്കുന്ന രീതിയിലുള്ള ഒരു അപകടമൊക്കെ ഉണ്ടായാൽ ആ ക്ലബ്ബുകൾക്കുണ്ടാകുന്ന കോടിക്കണക്കിന് രൂപയുടെ നഷ്ടം അവിടെ ആരാണ് നികത്തുക? അപ്പോൾ അത്തരം സാഹചര്യങ്ങളിലാണ് ഇന്റർനാഷണൽ സ്പോർട്സ് ഇൻഷുറൻസിൻ്റെ പ്രസക്തി ഉണ്ടാകുന്നത്. ഇനി ഇതിനകത്ത് മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഈ ഇൻഷുറൻസ് നൽകുന്നത് നമ്മുടെ നാട്ടിലുള്ള സാധാരണ ഇൻഷുറൻസ് കമ്പനികളാണ് എന്ന് തെറ്റിദ്ധരിച്ചെങ്കിൽ തെറ്റി. പകരം ലണ്ടനിലെ ലോയ്ഡ് ഓഫ് ലണ്ടൻ പോലെയുള്ള ആഗോള ഇൻഷുറൻസ് സിൻഡിക്കേറ്റുകളാണ് ഇത്രയും വലിയ റിസ്ക് കവർ ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കണം. വെറും 90 മിനിറ്റ് നീളുന്ന ഒറ്റ മത്സരത്തിനായി സംഘാടകർ അടയ്ക്കേണ്ടി വരുന്ന ഇൻഷുറൻസ് പ്രീമിയം തുക എന്ന് പറയുന്നത് കോടിക്കണക്കിന് രൂപ വരും. കളി നടക്കുമ്പോൾ കളിക്കാർക്ക് ഉണ്ടാകാൻ സാധ്യതയുള്ള ചെറിയ ചെറിയ പരിക്കുകൾ മുതൽ കടുത്ത പരിക്കുകൾ വരെ വെവ്വേറെ പാക്കേജിലായിട്ട് കവറേജ് കൊടുക്കണമെന്നാണ് ഈ നിയമത്തിൽ പറയുന്നത്. ഇനി അടുത്ത കടമ്പ ഇവന്റ് ക്യാൻസലേഷൻ ഇൻഷുറൻസ് എന്ന് പറയുന്ന ഒരു സംഗതിയാണ്. അപ്പോൾ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക, മത്സരം നടക്കാൻ ഒരു 3 ദിവസമൊക്കെ ബാക്കിയുള്ളപ്പോൾ അർജന്റീനയിൽ വെച്ചൊരു പരിശീലനം നടക്കുന്നു, അതിൻ്റെ ഇടയ്ക്ക് മെസ്സിക്ക് പരിക്കേൽക്കുന്നു എന്ന് കരുതുക. അപ്പോൾ അദ്ദേഹത്തിന് കേരളത്തിലേക്ക് ഈ ഒരു സാഹചര്യത്തിൽ വരാൻ സാധിക്കില്ല. അപ്പോൾ അങ്ങനെ ഉണ്ടായാൽ വിറ്റഴിച്ച ടിക്കറ്റ് പണം തിരികെ നൽകേണ്ടതായിട്ട് വരും. സ്പോൺസർമാരൊക്കെ പിന്മാറും. കോടിക്കണക്കിന് രൂപയുടെ നഷ്ടം ഈ രീതിയിൽ ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു അപായ സാധ്യതയിൽ നിന്ന് സംഘാടകരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് സ്പെഷ്യൽ നോൺ അപ്പിയറൻസ് ഇൻഷുറൻസ് നിർബന്ധമായിട്ടും അവർ എടുത്തിരിക്കണം. ഇനി അഞ്ചാമത്തെ കാര്യവും ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഇൻഷുറൻസ് കമ്പനികളുടെ ഗ്രൗണ്ട് ഇൻസ്പെക്ഷനുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ഇൻഷുറൻസ് പോളിസി ഒപ്പുവെക്കുന്നതിന് മുൻപ് ഇൻഷുറൻസ് കമ്പനിയുടെ അന്താരാഷ്ട്ര വിദഗ്ധർ നേരിട്ട് കേരളത്തിലെത്തി നമ്മുടെ സ്റ്റേഡിയങ്ങളിലൊക്കെ ഒന്ന് പരിശോധിക്കും. പിച്ചിൻ്റെ ഗുണനിലവാരം, ഡ്രെയിനേജ് സിസ്റ്റം, സ്റ്റേഡിയത്തിലെ സുരക്ഷാ വേലികൾ, കളിക്കാർക്ക് പരിക്കേൽക്കാനൊക്കെ സാധ്യതയുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഘടകങ്ങളൊക്കെ ഗ്രൗണ്ടിലുണ്ടോ എന്നിങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വളരെ സൂക്ഷ്മമായിട്ട് അവർ പരിശോധിക്കും. പിച്ചിൽ ഏതെങ്കിലും ചെറിയ രീതിയിലുള്ള ഒരു ഡിഫക്റ്റ് കണ്ടാൽ അവർ ഇൻഷുറൻസ് തുകയുടെ പ്രീമിയം ഒന്നുകിൽ 10 ഇരട്ടി വരെയൊക്കെ കൂട്ടും. അതുമല്ലെങ്കിൽ ഇൻഷുറൻസ് തുക നൽകാൻ തന്നെ ഒരുപക്ഷെ വിസമ്മതിക്കും. അപ്പോൾ ഈ രീതിയിൽ ഇൻഷുറൻസ് ലഭിച്ചില്ല എന്നുണ്ടെങ്കിൽ അർജന്റീന ടീം ഒരു മത്സരം കളിക്കാനും വിമാനം കയറുകയില്ല. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ടിക്കറ്റ് എടുത്ത് കാണുന്ന ഈ 90 മിനിറ്റ് ഫുട്ബോൾ മത്സരങ്ങൾക്കൊക്കെ പിന്നിൽ ഇത്രയും വലിയ കുരുക്കുകളൊക്കെ ഉണ്ടായിരുന്നുവെന്ന് നിങ്ങൾ ഇതിനു മുമ്പ് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടായിരുന്നു? അപ്പോൾ ഇതെല്ലാം റെഡിയായി കഴിഞ്ഞാലും മെസ്സിയെ പോലൊരു ലോകോത്തര VVIP പ്ലെയർക്കുള്ള Z+ കാറ്റഗറി സുരക്ഷയും വിമാനത്താവളം മുതൽ ഹോട്ടൽ വരെയുള്ള ലോജിസ്റ്റിക്സും എങ്ങനെ ഒരുക്കും എന്നത് കൂടി ഒരു വലിയ കടമ്പയായിട്ട് അവിടെ അവശേഷിക്കുകയാണ്. ഇതിൻ്റെ നടത്തിപ്പിലെ അവസാന ഘട്ടത്തിലെ 5 പ്രധാന കാര്യങ്ങൾ കൂടി നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് ഈ ഒരു പ്രക്രിയ പൂർണ്ണമായി എന്ന് പറയാൻ സാധിക്കുകയുള്ളൂ. അതിൽ ഒന്നാമത്തെ ഘടകം എന്ന് പറയുന്നത് ലോജിസ്റ്റിക് സൗകര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അർജന്റീനൻ ടീം സാധാരണ വിമാനങ്ങളിൽ ഒന്നുമല്ല സഞ്ചരിക്കാറുള്ളത്. അവർക്കായി പ്രത്യേക ചാർട്ടേഡ് ഫ്ലൈറ്റുകൾ തന്നെ സജ്ജമാക്കേണ്ട ആവശ്യമുണ്ട്. വിമാനത്താവളത്തിലൊക്കെ എത്തുമ്പോൾ സാധാരണ ടെർമിനലുകൾക്ക് പകരം റൺവേയിൽ വെച്ച് തന്നെ ഈ ഒരു പ്രോട്ടോകോൾ സുരക്ഷയോടെ കളിക്കാരെ സ്വീകരിക്കാറുണ്ട്. അതിനുശേഷം അടിയന്തര VIP കസ്റ്റംസ് ആൻഡ് ഇമിഗ്രേഷൻ പൂർത്തിയാക്കിയതിന് ശേഷം മിനിറ്റുകൾക്കുള്ളിൽ തന്നെ സുരക്ഷിത താവളത്തിലേക്ക് അവരെ മാറ്റുന്ന ഒരു പ്രോസസ്സ് നടക്കും. രണ്ടാമത്തെ ഘടകം അവരുടെ ഭക്ഷണവും താമസവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. താരങ്ങൾ താമസിക്കുന്ന 5 സ്റ്റാർ ഹോട്ടലിൻ്റെ നിശ്ചിത ഫ്ലോറുകളോ അല്ലെങ്കിൽ ഹോട്ടലുകൾ പൂർണ്ണമായോ സംഘാടകർ ബുക്ക് ചെയ്യേണ്ടതായിട്ട് വരും. ആരാധകർക്കോ മാധ്യമങ്ങൾക്കോ ഹോട്ടലിലേക്ക് പ്രവേശനം ഉണ്ടായിരിക്കില്ല എന്ന കാരണത്താലാണിത്. സോ ഒരു ബയോസെക്യൂർ ബബിൾ അറ്റ്മോസ്ഫിയർ ആണ് അവിടെ സൃഷ്ടിക്കപ്പെടുന്നതെന്ന് കാണാം. കളിക്കാരുടെ ഒരു ഡയറ്റ് അത്യന്തം കൃത്യതയോടെ ചെയ്യണം. അർജന്റീന ടീമിൻ്റെ ഔദ്യോഗിക ഷെഫുകളും ന്യൂട്രീഷനിസ്റ്റുകളും നിർദ്ദേശിക്കുന്ന പ്രത്യേക തരത്തിലുള്ള ആഹാര പദാർത്ഥങ്ങൾ മാത്രമേ അവർക്ക് കഴിക്കാൻ അനുവാദമുള്ളൂ എന്നാണ് പറയുന്നത്. അതിനായി പ്രാദേശിക ഏജൻസികൾ പ്രത്യേക രീതിയിലുള്ള ഫെസിലിറ്റിയൊക്കെ അവിടെ ഉണ്ടാക്കി കൊടുക്കണം. ഇനി മൂന്നാമത്തെ കാര്യം സാമ്പത്തികമായി ഇവന്റിനെ ലാഭകരമാക്കുന്ന ബ്രോഡ്കാസ്റ്റിംഗ് സിസ്റ്റത്തെ പറ്റിയാണ്. ഈ മത്സരം കാണാൻ കേരളത്തിലെ സ്റ്റേഡിയത്തിൽ നമ്മളൊന്ന് ചിന്തിച്ചാൽ പരമാവധി ഒരു 50,000 അല്ലെങ്കിൽ കൂടിപ്പോയാൽ 60,000 ആൾക്കാർക്ക് മാത്രമേ ക്രൗഡായിട്ടിരുന്ന് കാണാൻ പറ്റൂ. എന്നാൽ ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് ആളുകളാണ് ഈ ഒരു മത്സരം തത്സമയം കാണാൻ കാത്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആഗോള സ്പോർട്സ് ചാനലുകൾക്കും OTT പ്ലാറ്റ്ഫോമുകൾക്കും മത്സരത്തിൻ്റെ സംപ്രേഷണാവകാശം വിൽക്കേണ്ട ഒരു ആവശ്യകതയുണ്ട്. 20ലധികം 4K ബ്രോഡ്കാസ്റ്റ് ക്യാമറകളും ഫൈബർ ഒപ്റ്റിക്സ് നെറ്റ്വർക്കുകളും ഉപഗ്രഹ സാങ്കേതിക വിദ്യകളും തടസ്സമില്ലാതെ ഉറപ്പാക്കേണ്ടത് ബ്രോഡ്കാസ്റ്റിംഗ് സംഘത്തിൻ്റെ വലിയ ചുമതലയിൽപ്പെടുന്ന കാര്യമാണ്. ഇതിലെ നാലാമത്തെ കടമ്പ എന്ന് പറയുന്നത് ജനക്കൂട്ടത്തെ നിയന്ത്രിക്കുക എന്നൊരു വലിയ കാര്യമാണ്. മെസ്സിയുടെ മത്സരം കാണാൻ വരുന്ന ലക്ഷക്കണക്കിന് ആളുകൾ സ്റ്റേഡിയത്തിന് മുന്നിൽ തടിച്ചുകൂടാനുള്ളൊരു സാധ്യത ആണ്. വ്യാജ ടിക്കറ്റുകളൊക്കെ തടയാൻ RFID അല്ലെങ്കിൽ വാട്ടർമാർക്ക് ചെയ്ത QR കോഡ് ടിക്കറ്റിംഗ് സിസ്റ്റം ഒക്കെ ഏർപ്പെടുത്തേണ്ടതായിട്ട് വരും. സ്റ്റേഡിയത്തിന് 2 കിലോമീറ്റർ അകലെ മുതൽ 3 ലെവൽ സെക്യൂരിറ്റി ചെക്കിങ്ങുകളൊക്കെ ഉണ്ടായിരിക്കണം.
ടിക്കറ്റ് ഇല്ലാത്ത ഒരാൾക്ക് പോലും സ്റ്റേഡിയത്തിന് സമീപത്തേക്ക് എത്താത്ത രീതിയിൽ ഫെൻസിങ്ങും അതേപോലെ സുരക്ഷാ മതിലുകളും ഒക്കെ തീർച്ചയായിട്ടും ഒരുക്കി വെക്കണം. ഇനി അഞ്ചാമത്തെയും ഏറ്റവും അവസാനത്തെയും നിർണായകമായിട്ടുള്ള ഒരു ഘടകം എന്ന് പറയുന്നത് കണ്ടിൻജൻസി പ്ലാൻ അഥവാ അടിയന്തര ദുരന്ത നിവാരണ സംവിധാനമാണ്. കനത്ത മഴയോ മിന്നലോ സ്റ്റേഡിയത്തിൽ വൈദ്യുതി തടസ്സമോ അതും അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ക്രമസമാധാന പ്രശ്നങ്ങളൊക്കെ ഉണ്ടായാൽ സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ പ്രവർത്തിക്കുന്ന അടിയന്തര സംവിധാനങ്ങൾ അവിടെ പൂർണ്ണമായും സജ്ജമാണ്. കളിക്കാരെ സുരക്ഷിതമായി പുറത്തെത്തിക്കാനുള്ള മൈക്രോ ഇവാക്യുവേഷൻ റൂട്ട്, ആ ഗ്രൗണ്ടിൽ സർട്ടിഫൈഡ് എയർ ആംബുലൻസുകൾ, സ്റ്റാൻഡ് ബൈ സൗകര്യങ്ങൾ, ജില്ലാ ഭരണകൂടത്തിൻ്റെയും അതേപോലെ പോലീസിൻ്റെയും കമാൻഡ് കൺട്രോൾ റൂം. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം സ്റ്റേഡിയത്തിനുള്ളിൽ ഫുൾ ഫ്ലെഡ്ജഡ് ആയിട്ട് ഒരുക്കി വെച്ചിരിക്കണം എന്നാണ് നിർബന്ധമുള്ള കാര്യം. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം പരിപൂർണതയിൽ എത്തുമ്പോഴാണ് ഇങ്ങനെ ഒരു ഇവൻറ്റ് കംപ്ലീഷനിലേക്ക് എത്തുന്നത്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒന്ന് മനസ്സിൽ ഓർത്ത ശേഷം നിങ്ങൾ തന്നെ വളരെ ഡീപ്പായിട്ട് ഒന്ന് ചിന്തിച്ച് നോക്കുക. കേരളത്തിൽ നമ്മൾ കണ്ട ഈ മുന്നൊരുക്കങ്ങളൊക്കെ മെസ്സിയെയും സംഘത്തെയും എത്തിക്കാൻ പര്യാപ്തമായിരുന്നു എന്ന് നിങ്ങളിത് കേൾക്കുന്നതിന് ശേഷവും വിശ്വസിക്കുന്നുണ്ടോ എന്ന് പറയണം. കേരളത്തിന് ഇത്രയും വലിയൊരു മാമാങ്കം വിജയകരമായി നടപ്പിലാക്കാൻ സാധിക്കുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ എന്നും പറയണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഫുട്ബോൾ പ്രേമിയായിട്ടുള്ള നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഇത് പരമാവധി ഷെയർ ചെയ്യുവാനും ഒപ്പം എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതെന്ന് അഭ്യർത്ഥിക്കുന്നു. മറ്റൊരു പ്രസക്തമായിട്ടുള്ളൊരു വിഷയവുമായി മറ്റൊരു ദിവസം വീണ്ടും കാണാം. Until then, stay tuned to My Science Garage.